നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പോട്ട് അഡ്മിഷൻ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെന്റിനെ കുറിച്ചാണ്. നിരവധി കുട്ടികളാണ് ഓരോ ദിവസവും ചോദിക്കുന്നത്, സാറേ ഇന്ന ഡേറ്റിൽ ഇന്നിടത്ത് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അഡ്മിഷൻസ് കിട്ടുമോ എന്നുള്ളത്. ഈ ഒരു സമയത്ത് നമുക്കറിയാം കേരളത്തിലെ അഡ്മിഷൻ പ്രോസസ്സുകളൊക്കെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെയും അഡ്മിഷൻ കിട്ടാത്തവര് ഒരു പക്ഷേങ്കിൽ ന്യൂസ് പേപ്പറിൽ കൂടെയും മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ നിരവധിയായിട്ടുള്ള സ്പോട്ട് അലോട്ട്മെന്റ്, സ്പോട്ട് അഡ്മിഷനെ കുറിച്ചുള്ള വ്യാജ വാർത്തകൾ നിങ്ങൾ കണ്ട് കേരളത്തിൽ തന്നെ അഡ്മിഷൻസ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി നിങ്ങൾ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുത്ത് വെക്കാം. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വരുന്ന തട്ടിപ്പുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്പോട്ട് അലോട്ട്മെന്റ് കേരളത്തിൽ നടക്കുന്ന സമയത്ത് ഓരോ അസോസിയേഷനും, അത് LBS ആയാലും ക്രിസ്ത്യൻ മാനേജ്മെന്റ്, PNC MAC അങ്ങനെയുള്ള മെയിൻ ആയിട്ട് വരുന്ന അസോസിയേഷനുകളൊക്കെ തന്നെ അത് ഔദ്യോഗികമായിട്ട് അവരുടെ വെബ്സൈറ്റ് വഴിയായിരിക്കും അറിയിക്കപ്പെടുക. അപ്പോൾ LBSന്റെ സ്പോട്ട് അലോട്ട്മെന്റ് നടക്കുന്ന ദിവസം അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ LBSന്റെ വെബ്സൈറ്റ് വഴി മുൻകൂട്ടി നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ LBSന്റെ സബ് സെന്ററുകളിൽ വെച്ചിട്ടായിരിക്കും ഈ സ്പോട്ട് അലോട്ട്മെന്റുകൾ നടത്തപ്പെടുക. അതായത് ഓരോ ജില്ലകളിലും ഓരോ LBSന്റെ സബ് സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ പറയുന്ന ദിവസം നമ്മൾ ആ ഒരു സബ് സെന്ററുകൾ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ, ഡോക്യുമെന്റുകളൊക്കെ ആയിട്ട് നമ്മൾ അവിടെ എത്തിച്ചേരുകയും അവിടെ വരുന്ന കുട്ടികളുടെ അകത്തു നിന്നും, ആപ്ലിക്കൻസിന്റെ അകത്തു നിന്നും അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടികൾക്ക് മാത്രമായിരിക്കും സ്പോട്ട് അലോട്ട്മെന്റിൽ പരിഗണിക്കപ്പെടുകയും വേക്കന്റ് വരുന്ന സീറ്റുകളിലേക്കും അന്നേ ദിവസം തന്നെ ഫില്ല് ചെയ്യുകയും ചെയ്യുന്നതാണ്. ആ ഒരു പ്രോസസ്സിൽ കൂടിയാണ് LBSന്റെ വേക്കന്റ് സീറ്റുകൾ ഫില്ല് ചെയ്യപ്പെടുക. അതോടൊപ്പം തന്നെ PNC MACലും സ്പോട്ട് അലോട്ട്മെന്റ് നമുക്ക് മോപ്പപ്പ് അലോട്ട്മെന്റ് എന്ന പേരിലായിരിക്കും അറിയപ്പെടുക. ഏറ്റവും അവസാന ഘട്ട മെയിൻ അലോട്ട്മെന്റുകൾ കഴിഞ്ഞതിന് ശേഷവും ബാലൻസ് വരുന്ന സീറ്റുകളിലേക്കായിരിക്കും ഈ മോപ്പപ്പ് അലോട്ട്മെന്റ് നടത്തപ്പെടുക. സാധാരണ രീതിയിൽ ഇവിടെയും മിക്കവാറും ഓൺലൈൻ ആയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്നത് സെൻട്രലൈസ്ഡ് ആയിട്ട് തന്നെയായിരിക്കും സ്പോട്ട് അലോട്ട്മെന്റുകൾ നടത്തപ്പെടുക. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസും നമുക്ക് വെബ്സൈറ്റ് വഴി, PNC MACന്റെ വെബ്സൈറ്റ് വഴിയായിരിക്കും നമുക്ക് അറിയാൻ സാധിക്കുക. അതുപോലെ തന്നെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷൻ ആയിട്ടുള്ള AMC SFNCKയിലും സ്പോട്ട് അലോട്ട്മെന്റുകൾ, മെയിൻ വരുന്ന അലോട്ട്മെന്റുകൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നടത്തപ്പെടുക. അപ്പോൾ ഓരോ കോളേജുകളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്നോ രണ്ടോ സീറ്റുകളൊക്കെ, വേക്കന്റ് സീറ്റുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത വേളയിൽ ഈ പറയുന്ന സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അലോട്ട്മെന്റ് പ്രോസസ്സിൽ കൂടി ആയിരിക്കും അവിടെ സ്പോട്ട് അലോട്ട്മെന്റ് നടത്തപ്പെടുക. സാധാരണയായിട്ട് അവർ പറയുന്ന ദിവസം തന്നെ ലിസി ഹോസ്പിറ്റലിലെ സെന്ററിൽ എത്തിച്ചേരുകയും അവിടെ വെച്ചിട്ട് വേക്കന്റ് വരുന്ന സീറ്റുകളുടെ ഡീറ്റെയിൽസ് ഇടുകയും വരുന്ന ആപ്ലിക്കൻസിന്റെ അകത്തുനിന്നും മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവിടെ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുകയും അവരുടെ ഓപ്ഷൻസ് താല്പര്യപ്പെടുന്ന അനുസരിച്ച് കോളേജുകളിൽ ഓപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് AMC SFNCK അഥവാ ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷന്റെ സ്പോട്ട് അലോട്ട്മെന്റ് പ്രക്രിയ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം പലപ്പോഴും സംഭവിക്കുന്നത് ഈ പറയുന്ന രീതിയിൽ സ്പോട്ട് അലോട്ട്മെന്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് പേപ്പറിലും സോഷ്യൽ മീഡിയ വഴിയൊക്കെ കാണുന്ന പരസ്യം വെച്ചിട്ട് ഈ പറയുന്ന കേരളത്തിലേക്ക് അഡ്മിഷൻസ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഓടി ചെല്ലുകയും അവിടെ ചെന്നിട്ട് സർട്ടിഫിക്കറ്റുകളും ഫീസുകളും അവിടെ പിടിച്ചു വെക്കുകയും അതേസമയം അവര് കർണാടക, തമിഴ്നാട് അല്ലെങ്കിൽ മറ്റുള്ള കോളേജുകളിലേക്കൊക്കെ ആയിരിക്കും ഒരു പക്ഷേങ്കിൽ നിങ്ങളെ അഡ്മിഷൻ എടുത്ത് മാറ്റിവിടുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാർക്ക് അടിസ്ഥാനത്തിൽ നിങ്ങൾ താരതമ്യേന വലിയ കുഴപ്പമില്ലാത്ത മാർക്കിലുള്ള കുട്ടികളാണെങ്കിൽ, നമുക്കറിയാം ഇപ്പോൾ റീസെന്റ് വന്നിരിക്കുന്ന അലോട്ട്മെന്റ് പ്രോസസ്സുകളിലൊക്കെ കട്ട് ഓഫ് മാർക്കുകൾ എത്രയാണെന്നുള്ളത് നോക്കുക. നിങ്ങളുടെ മാർക്കും ഏകദേശം അടുത്ത് തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത സ്പോട്ട് അലോട്ട്മെന്റുകൾ അല്ലെങ്കിൽ വരുന്ന അലോട്ട്മെന്റുകളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അഡ്മിഷൻ കിട്ടാനുള്ള പോസിബിലിറ്റീസ് കാണുന്നുണ്ട്. അഥവാ നിങ്ങൾക്ക് കേരളത്തിന് പുറത്തേക്കുള്ള മികച്ച കോളേജുകളിലാണ് അഡ്മിഷൻസ് എടുക്കണം താല്പര്യപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഓപ്ഷൻസ് നിരവധിയായിട്ട് അവൈലബിൾ ആണ്. പല കോളേജുകളിലും വളരെ ചെറിയ ഫീസിൽ തന്നെ അഡ്മിഷൻസ് എടുക്കാനുള്ള പോസിബിലിറ്റീസ് ഞാൻ ഓൾറെഡി നേരത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ കർണാടകയിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും തെലങ്കാനയിലും ഒക്കെ തന്നെ മെഡിക്കൽ കോളേജുകളിലായാലും ഹോസ്പിറ്റലോട് കൂടിയ നഴ്സിംഗ് കോളേജുകളായാലും റെപ്യൂട്ടഡ് ആയിട്ടുള്ള നഴ്സിംഗ് കോളേജുകളൊക്കെ തന്നെ ചെറിയ ഫീസ് പാക്കേജിൽ അഡ്മിഷൻസ് ലഭ്യമാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ മുൻപിലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിന് പുറത്തേക്കുള്ള മികച്ച കോളേജുകൾ, ലാസ്റ്റ് സീറ്റുകളുടെ ഇൻഫർമേഷൻസ് അറിയിക്കുവാനായിട്ട് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിരവധി കുട്ടികൾ അതിൽ അംഗമായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്കുകൾ, കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. ഇനിയും കേരളം വെയിറ്റ് ചെയ്തിട്ട് അഥവാ ലാസ്റ്റ് മിനിറ്റ് വരെ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾക്ക് കേരളത്തിന് പുറത്തേക്കുള്ള മികച്ച കോളേജുകളിൽ ഈ ഒരു വർഷം തന്നെ, അതായത് ഒരു വർഷം നഷ്ടപ്പെടാതെ തന്നെ അഡ്മിഷൻസ് നേടുവാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ കേരളത്തിന് പുറത്ത് എല്ലാവിധ ഫെസിലിറ്റീസും അതുപോലെ തന്നെ അഫിലിയേഷൻസും ഉള്ള മികച്ച കോളേജുകളിലേക്ക് ചെറിയ ഫീസിൽ തന്നെ അഡ്മിഷൻസ് നേടുവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിരിക്കും
അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി അത് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ചേരാനിരിക്കുന്ന കോളേജുകളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനും അത് വേണ്ടത്ര രീതിയിൽ അഫിലിയേഷൻസ് ഒക്കെ ഉള്ള മികച്ച കോളേജുകളാണോ, അതിന്റെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് അറിയുവാനായിട്ടും വേണ്ടി ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസും ഈ ഡിസ്ക്രിപ്ഷനിൽ നിന്നും ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.